ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞാനും ഷിനാജും കൂടിയിട്ടൊന്ന് പെരിന്തൽമണ്ണ വരെ പോകുവാണ്. കുറച്ച് ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടയർഡായിട്ടാണ് ഞാൻ പോയത്. കാര്യം ഷിനാജിൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോയിട്ട് ഞങ്ങൾ 4 മണിയായപ്പോഴാണ് എത്തിയത്. കാര്യം കുറച്ച് ലോങ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം ടയർഡായിട്ടാണ് പിന്നെ പെരിന്തൽമണ്ണക്ക് പോകാൻ ഇറങ്ങിയത്. കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയും ടയർഡായിട്ട് ഞങ്ങൾ പോകാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു കല്യാണം. ഇനി നാളെ ചെക്കൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ട്. അതായത് സൺഡേ ആണ് ചെക്കൻ്റെ വീട്ടിലെ കല്യാണം. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഷിനാജിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്ത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എപ്പോഴും ബർത്ത്ഡേ വന്ന ഒരു കൺഫ്യൂഷനാണ് എന്ത് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ഓർത്ത് ജസ്റ്റ് ഒരു ഷർട്ട് എടുത്ത് കൊടുക്കാം, കല്യാണമൊക്കെ അല്ലേ, അതിനിടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഫസ്റ്റ് തന്നെ സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ പോയത്. സ്റ്റുഡിയോയിൽ കിട്ടിയില്ലെങ്കിൽ മാക്സിൽ നോക്കാമെന്നുള്ളൊരു ഇതിൽ പോയതാണ്. പിന്നെ പരസ്പരം ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങൾ തമ്മി നേരത്തെ ചോദിച്ചു വെക്കും ബർത്ത്ഡേക്ക് എന്ത് വേണമെന്നുള്ളത്. ആദ്യമൊക്കെ ഷിനാജ് സർപ്രൈസ് ആയിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഞാൻ അറിയാണ്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നു. പിന്നെ എന്നോട് ചോദിക്കും എന്ത് വേണമെന്ന്. ഞാനും അങ്ങോട്ട് ചോദിക്കും, കാരണം എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ച് എന്ത് വേണമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഷർട്ട് മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വൈറ്റ് ഷർട്ടാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നോക്കുന്നതാണെങ്കിൽ ഫുൾ കൈയുടെ ഷർട്ടാണ് ഷിനാജ് നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഫുൾ സ്ലീവ് വേണ്ട, ഹാഫ് സ്ലീവ് എടുത്താൽ മതിയെന്ന്. ആദ്യം ഒന്ന് ഷിനാജ് ഹാഫ് സ്ലീവ് ഇടുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ റിലേഷനിലായിരുന്ന ടൈമിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം അതും പറഞ്ഞ് വഴക്ക് വരെ ഇട്ടിട്ടുണ്ട്. കാരണം അന്നൊക്കെ ഞാൻ ഫുൾ സ്ലീവ് തന്നെ മതി, അതിട്ടാലാണ് ഭംഗി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പം ഹാഫ് സ്ലീവ് ഇട്ടിട്ട് അത് കണ്ട് അതിഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഫുള്ള് ഹാഫ് സ്ലീവ് എടുക്കാനേ പറയത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മെൻസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 ഞങ്ങൾ നോക്കി വെച്ച്. എന്നിട്ട് ഷിനാജ് പറഞ്ഞു നമുക്ക് മാക്സിലും കൂടെ പോയി നോക്കാം, അവിടെ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കയറിയതല്ല, ലേഡീസിൻ്റെ സെക്ഷനും കൂടെ വെറുതെ ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഏരിയയിലോട്ട് വന്നതാണ്. ലേഡീസിൻ്റെ സെക്ഷനിലാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഫ്ലോറൽ ടൈപ്പ് വരുന്ന മോഡൽസ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 വെറുതെ എടുത്ത് നോക്കി, എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, വെറുതെ ഇവിടെ വരെ വന്നിട്ട് മെൻസിൻ്റെ ഭാഗം മാത്രം നോക്കി ലേഡീസിൻ്റെ സെക്ഷൻ നോക്കാതെ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ വെറുതെ ഞാൻ ജസ്റ്റ് കളക്ഷൻസ് ഒക്കെ നോക്കിയതാണ്. ഇവിടുന്ന് ഷർട്ട് എടുത്ത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വീണ്ടും കല്യാണ വീട്ടിൽ പോകേണ്ടതാണ്. അവിടെ എന്തോ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ പോകാൻ. ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിട്ടും അതിലൊരു 3-4 ഷിനാജിന് ഇഷ്ടപ്പെട്ടിട്ടും എടുക്കാതെ ഞങ്ങൾ മാക്സിൽ പോകാനൊരു കാര്യമുണ്ട് കേട്ടോ. പെരുന്നാളിന് ഞങ്ങൾ മാക്സിൽ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും 2 ഷിനാജ് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട 2 സെലക്ട് ചെയ്തിട്ടാണ് ട്രയൽ ചെയ്ത് നോക്കിയത്. എൻ്റെ ഇത് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ആ 2 എടുക്കാൻ ഞങ്ങൾ അവിടെ ഇട്ടിട്ടാണ് പോയത്. 2 പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ 1 എടുത്തിട്ട് 1 അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ ആ സാധനം കിട്ടുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഷിനാജ് പറഞ്ഞു അവിടെ ഉണ്ടാവും, എന്തായാലും പോകാൻ ചാൻസ് ഇല്ല, അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവിടെ അലഞ്ഞ് തിരിഞ്ഞ് ഫുള്ള് നോക്കി, പക്ഷെ സാധനം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാഫിനോട് ചോദിച്ച്, ഞങ്ങൾ ഫോട്ടോ കാണിച്ചിട്ട് ഈ സംഭവം ഉണ്ടാകും ചോദിച്ച്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ വന്ന് ഇടക്കുന്ന് എടുത്തു തന്നു. പക്ഷേ സൈസ് ഇല്ലായിരുന്നു. ഷിനാജിന് വേണ്ട സൈസ് മീഡിയം ആയിരുന്നു. അവിടെ ആകെ XL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ സൈസ് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഷർട്ട് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ വേറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ്, ആ 2 കളറിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് എടുക്കാൻ വിചാരിച്ച് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അത് എടുക്കാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. അതിന് മാച്ചായിട്ടുള്ളൊരു പാൻറ്റ് ഷിനാജിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് 2 കൂടെ പെയർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. മാക്സിൽ പിന്നെ വലിയ ടൈം എടുത്ത് ഒരുപാടൊന്നും ഞങ്ങൾ നോക്കിയില്ല, ജസ്റ്റ് 1-2 നോക്കിയിട്ട് ഇറങ്ങി. കാരണം അന്വേഷിച്ച് ചെന്ന സാധനം കിട്ടിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് പോയി. അതുപോലെ സ്റ്റുഡിയോയിൽ 1-2 കണ്ടു വെച്ചത് കൊണ്ട് ഞങ്ങൾ വീണ്ടും സ്റ്റുഡിയോയിലോട്ട് തന്നെ വന്ന്. ഇപ്പോൾ ഷിനാജ് ഒരു വൈറ്റ് ഷർട്ട് എടുത്ത് കൈ പിടിച്ചിട്ടില്ലേ, അതാണ് എടുത്തത്. അങ്ങനെ ഷിനാജ് ഷർട്ടും കൊണ്ട് ട്രയൽ റൂമിലോട്ട് ട്രയൽ ചെയ്യാൻ പോയ ടൈമിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് എനിക്ക് ക്ലിപ്പ് വേണമായിരുന്നു. അപ്പോൾ അത് നോക്കുവാണ്, ഈ ഒരു ബ്ലാക്ക് കളർ ലവ് ഷേപ്പിൽ വരുന്നുണ്ടല്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ കുഞ്ഞു ക്ലിപ്പിൻ്റെ കളക്ഷൻസ് കണ്ടില്ലേ, അത് ഒരുപാടുണ്ടായിരുന്നു. പല കളറിൽ പല ഷേപ്പിലും ഉണ്ടായിരുന്നു. സാധാരണ സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവാറില്ലേ കുഞ്ഞു ക്ലിപ്പിൻ്റെ സെക്ഷനിൽ. പക്ഷേ ഇത്തവണ നല്ല രീതിക്കുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ഈ സെക്ഷനിൽ നിന്നൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ആ വലിയ ക്ലിപ്പ് തന്നെയാണ് എടുത്തത്. അങ്ങനെ ഞാനിതൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും ഷിനാജ് ട്രയലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ബില്ലടിക്കാനായിട്ട് ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇതൊക്കെ അരിച്ചു പറക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഈ ക്ലിപ്പും ഹെയർ ബാൻഡും ഒക്കെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ആരെങ്കിലും ഒക്കെ ഉടനെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. സ്ക്രഞ്ചീസും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ക്ലിപ്പ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ തിരക്കില്ലായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഷിനാജ് അപ്പോഴും ക്യൂയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് വെറുതെ ഒന്ന് വന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ വന്നാലും എൻ്റെ കറക്റ്റ് സൈസിൻ്റെ ചെരുപ്പ് എനിക്ക് ഒരിക്കലും കിട്ടാറില്ല. സാധനം എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് എൻ്റെ കാലിന് കറക്റ്റ് ഫിറ്റ് അല്ലെന്ന്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി വെറുതെ ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ്. അങ്ങനെ ആ ചെരുപ്പിൻ്റെ തന്നെ വേറെയും ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു, വേറെയും ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നേരെ പെരിന്തൽമണ്ണ തന്നെയുള്ളൊരു കഫേയിൽ കയറി എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് നോക്കിയിട്ട് അങ്ങനെ മെനു ബുക്ക് എടുത്തിട്ട് ഞങ്ങൾ കാര്യമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് എന്ത് വാങ്ങിക്കണമെന്ന്. ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഞാൻ ഷിനാജിനോട് പറഞ്ഞു. പക്ഷേ അത് പാളി പോകുകയെന്നൊരു ഡൗട്ടുണ്ട്, വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുക ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് മെനു ബുക്കിൽ നോക്കി അങ്ങനെ ഓർഡർ ചെയ്തത് എന്തോ ഷവർമ്മയാണ്, ഷവർമ്മ റോളാണ്. പക്ഷേ കറക്റ്റ് എനിക്ക് പേര് ഓർമ്മയില്ല. എന്തോ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ എനിക്ക് ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഷവർമ്മ ഓർഡർ ചെയ്തത്. അങ്ങനെ സംഭവം എത്തി, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ ജ്യൂസായിട്ട് മൊജീറ്റോ ആണ് 2 പേർക്ക് ഓർഡർ ചെയ്തത്, അതും 2 ഫ്ലേവറാണ് കേട്ടോ. ഞങ്ങൾ ജ്യൂസ് ഐറ്റംസ് എന്ത് ഓർഡർ ചെയ്താലും മിക്കപ്പോഴും 2 ഫ്ലേവറാണ് ഓർഡർ ചെയ്യുന്നത്. കാരണം 2 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്തും കുടിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടുത്തെ മൊജീറ്റോ ആണെങ്കിലും റോളാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ പെരിന്തൽമണ്ണ വന്ന ടൈമിൽ ചെറിയതും പിള്ളേരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവർക്ക് എന്തുവാ വേണ്ടതെന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബ്രോസ്റ്റ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഷിനാജ് AFCയിൽ വിളിച്ചിട്ട് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ ചെന്ന് നിന്ന് വാങ്ങിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ വിളിച്ച് ഓർഡർ ചെയ്ത്. അപ്പോൾ സംഭവം അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ AFC ചെന്ന് പാഴ്സലും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഒരു 8:30 8:45 ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ കല്യാണത്തിന് പോയിട്ട് വന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ ഒന്നും മേക്കപ്പ് ഒന്നും ഇടാണ്ടാണ് പെരിന്തൽമണ്ണ പോയത്. വന്ന് ഒന്ന് ഫേസൊക്കെ കഴുകി ജസ്റ്റ് മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നാത്തൂനും സുനീറായും അമ്മും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. ഷിനാജും കൊച്ചും പുറകിൽ സ്കൂട്ടിയിലാണ് വന്നത്. ഞങ്ങൾ ഇത്രയും പേരും കാറിലും പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണ വീട്. ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ അത്രയൊക്കെ തന്നെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. അവിടെ ചെറിയ രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഇന്ന് ഫോട്ടോയും വീഡിയോസ് എല്ലാം എടുത്തു. അമ്മു ആണെങ്കിൽ അവളുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് തകൃതിയായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെരിന്തൽമണ്ണ പോയി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, എനിക്ക് ഷിനാജിനും. ചെക്കൻ്റെ വീട്ടിലെയും പെണ്ണിൻ്റെ വീട്ടിലെയും കല്യാണ പരിപാടിയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.